ഉണ്ടാക്കാൻ പോകുന്നത് പെരി പെരി ചിക്കൻ റൈസ് റെസിപ്പി ആട്ടോ. വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ ആദ്യം നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ ബസ്മതി അരി ആട്ടോ എടുത്തേക്കുന്നത്. ഇത് ഏകദേശം 2 കപ്പ് അരി ഉണ്ട്. ഇത് നല്ലപോലെ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ ഞാൻ കുതിർത്തി വെക്കുന്നുണ്ട്. ഇത് കുതിരാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം. ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലത്തെ ഒരു മസാല അല്ല, ഒരു വെറൈറ്റി ഉണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഞാനിതിലേക്ക് വെളുത്തുള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ സബോളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സബോളയുടെ കളർ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഈ പരിവാകുമ്പോൾ ഇതിലേക്ക് ചുവന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. മാക്സിമം റെഡ് കളർ തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ സാധാരണ ഉണക്കമുളക് കുരു കളഞ്ഞിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ മുളക് പൊടി ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മുളക് പൊടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായി പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മസാല ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈമാണ്. ഇത് നിങ്ങൾക്ക് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഒറിഗാനോ അതല്ലെങ്കിൽ റോസ്മേരിയോ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഞാൻ 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതില്. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടില്ല. നമുക്ക് റൈസ് വേവിക്കുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും ഞാൻ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അതേ ചിക്കനിൽ നല്ല പോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ പീസുകൾ ഓരോന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചിക്കൻ പീസുകൾ ഇടാനായിട്ട്. ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതേ ചിക്കൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ചെറിയ പണിയും കൂടി ഇതിൽ ബാലൻസ് ഉണ്ട് കേട്ടോ. അതിന് മുൻപ് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത് പ്രഷർ കുക്കറിലാട്ടോ. നമുക്ക് സിമ്പിളായിട്ട് റൈസ് കുക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പ്രഷർ കുക്കറാണ്. അതുകൊണ്ടാണ് ഞാൻ കുക്കർ എടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ നിങ്ങൾ ചെയ്യാം. ഓക്കെ.
അപ്പൊ നമ്മുടെ കുക്കർ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത അതേ ഓയിൽ തന്നെ വേണം കേട്ടോ നമ്മൾ ഒഴിക്കാനായിട്ട്. അതിന്റെ കൂടെ ഞാൻ ഒരിത്തിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇപ്പോ സവോള നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയുടെ പേസ്റ്റ് ആണ് ചേർക്കുന്നത്. ഒരു തക്കാളി നല്ലപോലെ മിക്സിൽ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടാട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ദേ നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പെരി പെരി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മള് സോക്ക് ചെയ്തിട്ട് ഊറ്റിയെടുത്തേക്കുന്ന അരിയാട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഈ അരി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാട്ടോ എടുക്കുന്നത്. അപ്പോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പൊടിച്ചിട്ട് ചേർക്കണേ. ഇനി നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ മാഗി ക്യൂബ് നന്നായിട്ട് മെൽറ്റ് ആവണം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കുക്കറിൽ നിന്ന് വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ പ്രഷർ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ ചെറിയൊരു പരിപാടിയും കൂടി ബാക്കിയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാൻ നമുക്ക് അടുപ്പിൽ വെക്കാം. ഇതിൽ ഓൾറെഡി കുറച്ച് ഓയിൽ ബാലൻസ് ഉണ്ട്, അത് നമ്മൾ മാറ്റുന്നില്ല. സെയിം ഓയിലിൽ തന്നെയാട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഇതേ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞാട്ടോ, പൊടി പൊടി പോലെ അരിഞ്ഞ വെളുത്തുള്ളിയാണ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ ഈ പച്ചമണൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ആ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഫ്ലെയിം തുടക്കം മുതലേ ലോയിൽ തന്നെ വെച്ചേക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കുക്കർ പ്രഷർ പോയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് സെർവ് ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാനിത് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഞാനിത് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് തോന്നിയത് ഇതൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആട്ടോ. നമ്മൾ നോർമലി ഒരു ബിരിയാണിയോ മന്തിയോ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ അല്ല ഇതിന്റെ.
ശരിക്കും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് സ്പൈസി ആണ്. ചിക്കൻ്റെ പറയാന്നുണ്ടെങ്കിൽ ചിക്കനിൽ ആ ഒരു സോസിൻ്റെ സ്വീറ്റ്നെസ്സും അതുപോലെ ചില്ലി ഫ്ലേക്സിൻ്റെ ആ ഒരു സ്പൈസിനെസ്സും എല്ലാം കൂടി കലർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.